നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന സമാധാനം എന്ന വിഷയം, അതിൻ്റെ താക്കോൽ, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റായ 4 പോയിൻറ്റുകളാണെന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 4 സീക്രട്സ്. ആരോടും പറഞ്ഞു കൊടുക്കണം. അത്ര സീക്രട്ടായിട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുക. ഓക്കെ, ഒന്നാമത്തെ സീക്രട്ട്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ വിഷമിപ്പിക്കുന്ന, ബേജാറാക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞു പോയി നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്ലാസ് ഞാനിങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ താഴെ ഇടാന്ന് വെക്കാം, അത് പൊടിയായി. എന്നിട്ട് അതിന് ശേഷം എനിക്കത് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എനിക്ക് ആ ക്ലാസ്സിനെ. അതുപോലെയാണ് സമാധാനം. അതുപോലെയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ സമാധാനം മനുഷ്യൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതേക്കുറിച്ച് ആലോചിച്ചിട്ട് ആകുലതപ്പെട്ട് ബേജാറായി വിഷമായി ഡിപ്രഷൻ അടിച്ച് ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനെ പല വിധത്തിലേക്ക് പോകുന്നതും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരിക്കലും. അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കാതെ. നമ്മൾ ഇന്ന മാതാവിൻ്റെ, ഇന്ന പിതാവിൻ്റെ മകനായി മകളായി ജനിച്ചു എന്നത്, ഇന്ന കുടുംബത്തിൽ അംഗമായി എന്നത്, ഇന്ന സ്ഥലത്ത് ജീവിക്കുന്ന നമുക്ക് ചിലപ്പോൾ മാറ്റാം. പക്ഷേ ഈ ഒരു അന്തരീക്ഷം നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെ കഴിഞ്ഞു, ഇന്നാളെ ജനിച്ചില്ലെങ്കിൽ, ഇന്നാളെ വിവാഹം ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയായിരുന്നെങ്കിൽ, അങ്ങനെ പല ചിന്തകളും കഴിഞ്ഞു പോയതിനെക്കുറിച്ചും നമുക്കൊരിക്കലും മാറ്റം വരുത്താൻ സാധിക്കാത്തതിനെക്കുറിച്ചും മനുഷ്യൻ ചിന്തിക്കാറുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റായി ഒരു ടെൻഷൻ, ആ ടെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അധീനത്തിലാണോ അത്? ഒരിക്കലും അല്ലെങ്കിൽ. ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് പലപ്പോഴും, അത് രാജാക്കന്മാർ, വലിയ വലിയ നേതാക്കന്മാർ, രാജ്യം ഭരിക്കുന്ന ആളുകൾ, രാജാക്കന്മാർ, ഓരോ രാജ്യത്തിൻ്റെ ആളുകളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് സൊല്യൂഷൻ കണ്ടെത്തുന്ന കാര്യമാണ്. നമ്മളാകെ ബേജാറായി ആക്കേണ്ട കാര്യമില്ല അത്. നമ്മൾ അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതേപോലെ നമുക്കൊരിക്കലും അതിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ചിന്തിച്ചിട്ട് ഈ അവസ്ഥയിൽ, അഥവാ ഭാവി നമ്മൾ ചിന്തിക്കും, പിന്നെ ഭൂതത്തെ ഓർത്ത് ചിന്തിക്കും, വർത്തമാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, ടെൻഷനും ഡിപ്രഷനുമായിട്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. ആ ഭാവി കഴിഞ്ഞു, നമുക്കതിലൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇന്നത്തെ സന്തോഷത്തിന് ഇന്നെന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനും പ്രവർത്തിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാനും നമുക്ക് സാധിക്കും എന്നത് നമ്മൾ നോക്കുക. എൻ്റെ സംസാരം പൊതുവെ സ്പീഡാകുന്നു എന്ന് പലരും പറയാറുണ്ട്. അതുകൊണ്ട് ഒരല്പം സ്പീഡ് കുറക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ പോയിൻ്റ് കൃത്യമായി, നമ്മൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നമ്മളൊരിക്കലും ആകുലതപ്പെടേണ്ട, വിഷമിക്കേണ്ട, ബേജാറാക്കണ്ട. വരാനിരിക്കുന്നതിനെക്കുറിച്ചും അധികമായി ചിന്തിച്ചിതാക്കണ്ട. പക്ഷേ ഈ ഫ്യൂച്ചറിൽ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാം, നല്ല അന്തരീക്ഷം, നല്ല കുടുംബം കെട്ടിപ്പടുക്കാൻ, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുക. അതുപോലെ പിന്നെ ഈ ഇമോഷണലായി ഒരുപാട് സീരിയലൊക്കെ നോക്കുന്ന അമ്മമാരോട് സംസാരിക്കുമ്പോൾ, ചില സ്ത്രീകളൊക്കെ സംസാരിക്കുമ്പോൾ, അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ ഭയങ്കരമായി ടെൻഷൻ അവർ പങ്കുവെക്കാറുണ്ട്. ഭയങ്കര ബേജാറ്. നമ്മൾ എത്ര മോട്ടിവേഷൻ പറഞ്ഞു കൊടുത്താലും അവർക്ക് ആ ടെൻഷൻ മാറില്ല. കാരണം എന്താ വെച്ചാൽ അവർ കാണുന്നതും കേൾക്കുന്നതും ഇങ്ങനെയുള്ള ന്യൂസുകളും ഇങ്ങനെയുള്ള വാർത്തകളും ഇങ്ങനെയുള്ള പിന്നെ സീരിയലുകളും അങ്ങനെ തന്നെ കണ്ടിട്ട് അങ്ങനെ ഒരിക്കലും ആകരുത്. നിങ്ങൾ എന്ത് കാണുന്നു എന്നതും നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്നതും ഇന്ന സമൂഹ വൽ ബസറ വൽ ഫുആദ കുല്ലുലായിക്ക് കാണാൻ മസ്ഹൂല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നത്. നിങ്ങൾ കണ്ണിലൂടെ നൽകുന്ന, കാതിലൂടെ കേൾക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കും. നിങ്ങളുടെ വിഷമങ്ങൾ ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തും. എന്നിട്ട് ചില ആളുകൾ, കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്പം ലേറ്റായാൽ കാണുന്നില്ല, ചില ആളുകൾക്ക് ഭയങ്കരമായ വിഷമം, ചില അമ്മമാർക്ക്. എന്തുകൊണ്ടാണ്? അവർ കാണുന്നത് അങ്ങനെ തന്നെ. അവിടെ എങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തോട്ടുകളെ മെമ്മറിയിൽ ഒതുക്കുകയുള്ളൂ, വരികയുള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വളരെ ചിന്തിക്കുക. അവരുടെ എന്തൊക്കെ സംസാരിക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് ഇതാക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ സീക്രട്ട്, പ്രതീക്ഷകൾ കുറയ്ക്കുക. എപ്പോൾ നമുക്ക് ഭയങ്കരമായ പ്രതീക്ഷ ചില ആളുകളിലും ഇതിൽ നമുക്ക് ഉണ്ടാകാറുണ്ട്. അത് കുറയ്ക്കുക, പരമാവധി കുറയ്ക്കുക. ഒരാളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഭയങ്കരമായ ഡിപ്രഷനിലൊക്കെ അത് പോകുന്ന, എല്ലാ മാസം നമ്മളിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓനങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മളെ സഹായിച്ചില്ല, അല്ലെങ്കിൽ ജോലിയിൽ ചില ജോലി സ്ഥലത്ത് എല്ലാ ജോലിയും ചെയ്ത് നമ്മളെ സഹായിച്ച് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഹോട്ടൽ ജോലിയിലൊക്കെ നമ്മൾ 10 ദിവസം ഒരാളെ സഹായിച്ച് നമ്മൾ ജോലി ചെയ്ത് കൂട്ടിക്കോ, 15ാമത്തെ ദിവസം നമ്മൾ വെറുതെ തന്നെ ആവും. നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും ആ ജോലി. ഓൻ തൊടില്ല, ഓൻ ചെയ്യില്ല. അത് റൊട്ടിറ്റായിട്ട് നമ്മളെ ഇതിലായിട്ട് വരും പരിധിയിൽ. പല സ്ഥാപനത്തിലും അങ്ങനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. ഞാനുമായി ഹോട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് മാത്രം. പല സ്ഥാപനങ്ങൾ നമുക്കറിയാം. അവർ മറ്റവരെ സഹായിക്കാൻ വേണ്ടി, മറ്റവരെ ഒരുപാട് കഷ്ടപ്പെടുന്നതാണ് സഹായിക്കാൻ വേണ്ടി അവർ ചെയ്യും. പിന്നെ അവൻ സുഖസുന്ദരമായിട്ട് റൂമിലൊക്കെ പോയിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ടാവും, നമ്മളിങ്ങനെ കഷ്ടപ്പെടും. അതുപോലെ അങ്ങനെ ആകരുത്. മറ്റുള്ളവർ അഗാധമായി അങ്ങനെ അധികമായി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ഭാരം പോകുന്ന രീതിയിൽ നമ്മളെ ജോലി നമ്മൾ ചെയ്യരുത്. അപ്പോൾ റിലാക്സേഷൻ കൊടുക്കുക. അതുപോലെ അമിതമായി പ്രതീക്ഷിക്കരുത് ഒരാളിൽ നിന്നും. നമ്മൾ അധികമായി പ്രതീക്ഷിച്ചിട്ട് ഒന്ന് തരുമെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഓൻ്റെ അടുത്ത് പോയാൽ സമാധാനം കിട്ടും, അല്ലെങ്കിൽ ഓന് പറഞ്ഞാൽ സമാധാനം കിട്ടും, ഓൻ്റെ അടുത്ത് പോയാൽ ഓൻ കുറച്ച് സമാധാനം തരും,
അമിതമായ ഒരു പ്രതീക്ഷ അത് പാടില്ല. അതുപോലെ ഈ സമാധാനത്തിന് വേണ്ടി പല ആളുകളും ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും പല കേന്ദ്രങ്ങളിലേക്കും പോകുന്നതിനാ ഒരു പ്രതീക്ഷ അടത്തുമ്പോൾ ആടെ പോയാൽ കിട്ടും, ഇവിടെ പോയാൽ കിട്ടും. അത് വെറുതെയാണ്. നിങ്ങളെ വെറുതെ പ്രതീക്ഷിക്കരുത്. അത് കിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകമുണ്ട്, അല്ല നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾക്ക് ശാന്തി ലഭിക്കുക എന്നത്, സമാധാനം ലഭിക്കുക എന്നത് എന്നെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തി. നമുക്ക് എവിടെയാണ് സമാധാനം വേണ്ടത്, എവിടെയാണ് ശാന്തി വേണ്ടത്? നമ്മുടെ ഹൃദയങ്ങളിലാണ്. നന്ദി, അവസാന ഭാഗത്ത് എൻ്റെ വാക്ക് വരുന്നുണ്ട്, നന്ദി എന്ന പ്രയോഗം. അതുപോലെ അധികമായി പ്രതീക്ഷിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ സമാധാനം കിട്ടുക, നമുക്ക് ഒന്നും അവിടെ കിട്ടുന്നു, പിന്നെ അപ്പോൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാൻ തോന്നും. അങ്ങനെ ഓടി നടക്കലല്ല സമാധാനം. അങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ സ്ഥലത്തും പോയി എല്ലാ തങ്ങന്മാരെ കണ്ട്, എല്ലാ ഉസ്താദ്മാരെയും എല്ലാ സ്വാമിമാരെയും എല്ലാ കൈനോട്ടക്കാരെയും കണ്ടിട്ട് അവരുടെ അടുത്ത് ചോദിക്കും. അല്ല, നിങ്ങളുടെ കയ്യിലേക്ക് അവർ പറയുന്നുണ്ടെങ്കിൽ തന്നെ മനഃശാസ്ത്രപരമായി അത് പഠിച്ച ആളുകൾക്കറിയാം. ഇപ്പോൾ നമ്മളെ ആ 3 മെയിൻ രേഖകൾ വെക്കും. ചില കൈനോട്ടക്കാർ അപ്പോൾ ഭയങ്കര സമാധാനം കിട്ടും, നമുക്ക് ഭാവി അറിഞ്ഞാലെന്ന് പറഞ്ഞാൽ ചില ആളുകൾ നോക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, അവരത് പറയുന്നത് അത് 75% അല്ലെങ്കിൽ 25% മാത്രമേ അതിൽ പറയൂ. അത് കഴിഞ്ഞു പോയത് വരാനിരിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരു അപകടം വരും, നടക്കാൻ പോകുന്നു. ചില ആളുകൾക്ക് ഇതൊക്കെ കാണാൻ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുണ്ട്, അത് അപകടം നടക്കാൻ പോകുന്നു. കാണണ്ട, അങ്ങനത്തെ നിങ്ങൾക്ക് കേൾക്കല്ലേ. അതിൻ്റെ സൈക്കോളജി എന്തെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് കാര്യം മാത്രമേ അതിൽ പറയാൻ പാടുള്ളൂ എന്നാണ്. പക്ഷെ ആളുകൾ പറയുന്നതാ, നിങ്ങൾക്ക് അപകടം നടക്കാം, കുടുംബത്തിൽ ഒരു മരണം നടക്കാം, കേൾക്കാനേ പോകരുത്, നിങ്ങളില്ല സമാധാനം കളയും. അതുപോലെ ചില ജ്യോത്സ്യന്മാരായ ആളുകൾ കാണുന്നില്ല നിങ്ങൾ, അവർക്ക് അങ്ങനത്തെ ഒരു കഴിവ് തന്നെ ഇല്ല. ചില 100 കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ശരിയാവും, നമ്മളത് മാത്രം എടുക്കുക, ശരി മാത്രം. പലപ്പോഴും ശാന്തി തേടി പ്രതീക്ഷകൾ തേടിക്കൊണ്ട് ചില ആളുകൾ പോകുന്ന സ്ഥലങ്ങളാണത്. സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. അവരുടെ അടുത്തില്ല സമാധാനം, അവർക്ക് തന്നെ ഇല്ല. ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്കറിയാം, വൈത്തൂർ എന്നൊരു സ്ഥലമുണ്ട് കർണാടകയിൽ. അങ്ങ് കിലോമീറ്ററുകൾ കർണാടകയിൽ നിന്ന് പിന്നെ പോകണം. അതായത് ഭാഗമണ്ഡലമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് മണിക്കൂറുകൾ സഞ്ചരിക്കണം. ആ സ്ഥലത്ത് വൈത്തൂർ എന്നാണ് എൻ്റെ ഓർമ്മ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഒരു സ്ത്രീക്ക് സുഖമില്ലാതെ നമ്മൾ കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ കൂടെ പോകാൻ ഒരാളില്ല, ഡ്രൈവറെ കൂടെ പോകാൻ ആളാണ്, എന്നെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഇവിടെ പോകാനേ പാടില്ല, തെറ്റാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയില്ല അതൊന്നും വലിയ തെറ്റെന്ന്. പക്ഷെ അവിടെ പോയിട്ടാകുമ്പോൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ പോകണം. അപ്പോൾ അദ്ദേഹം ഇവർ സമാധാനത്തിന് വേണ്ടി പോകാൻ. അപ്പോൾ അവിടെ പോയിട്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് സുഖമില്ലാതെ അദ്ദേഹം മംഗലാപുരം ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു കുറവായിട്ടല്ല, മക്കൾക്ക് സുഖമില്ലാതെ, മക്കൾക്ക് അസുഖങ്ങളും പ്രയാസം. പിന്നെ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴേക്ക് അദ്ദേഹത്തിന് സുഖമില്ലാതെ അദ്ദേഹം ആശുപത്രിയില്ല. അപ്പോൾ ചില ആളുകൾ പോകുന്ന അവിടെ പോയ സമാധാനം കിട്ടും, അവിടെ പോയി നമ്മളെ പ്രയാസങ്ങൾ പറയാം. നമ്മളെപ്പോലെ മനുഷ്യരാണവർ. മനുഷ്യന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവനക്ക് അതുണ്ട്. അതേപോലെ ചില ദൈവങ്ങളെ നമ്മൾ കാണുന്നില്ല, ഭയങ്കര ദൈവമായിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ആളുകളെ, ആരാധമൂർത്തികളെ കുറ്റം പറയുകയല്ല, മറിച്ച് കുറ്റം പറയാൻ നമുക്ക് പാടില്ല. പക്ഷെ അവർ മനുഷ്യരാണ്, നമ്മളെപ്പോലെ വായുവും വെള്ളവും ആവശ്യമുള്ള, നമ്മളെപ്പോലെ സംസാരിക്കുന്ന, കാഷ്ടിക്കുന്ന, മൂത്രിക്കുന്ന, അത് അത്രയും ദുർബലനാണ് മനുഷ്യൻ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തെ വലിയ ജ്യോത്സ്യനായിട്ട് അറിയപ്പെട്ട ഒരാളാണ്. ഭയങ്കര ക്യൂ ആണ്, ഇങ്ങനെ മണിക്കൂർ ക്യൂ നിൽക്കണം, ടോക്കൺ എടുക്കണം. 100-200 ടോക്കണാണ് ദിവസം പോകുന്നത്. അപ്പോൾ ഒരാൾ 200-500 വെച്ച് നൽകണം. അവിടെയൊക്കെ ഒരു സമ്പാദ്യം. ഇതൊക്കെ ഒരു മതസംഘടനകളോ അല്ലെങ്കിൽ ആളുകൾ പറയില്ല, അതൊക്കെ ശക്തമായ ചൂഷണം മാത്രമാണത്. അവിടെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന നിങ്ങൾ ഒരിക്കൽ പോയി പിന്നെ നിങ്ങൾ ആ പ്രശ്നം കൂടുന്നല്ലാതെ അത് കുറയാൻ സാധ്യമല്ല. പലപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. ഇപ്പോൾ ചില ആളുകൾ കയ്യിൽ ചരട് കെട്ടുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ചരട് കെട്ടല്ലേ. ആ പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്, അത് പൊട്ടിച്ച് കളയുക എന്ന പ്രവാചകൻ പറഞ്ഞു. 5 ആളുകൾ വന്നു, പ്രവാചകൻ എടുത്ത് കൈ കൊടുത്തു. അപ്പോൾ ഒരാളെ കയ്യിൽ ഇങ്ങനെ കണ്ട് പ്രവാചകൻ കൈ കൊടുത്തില്ല, കൈ വലിച്ചു കളഞ്ഞു. നോക്കുമ്പോൾ ചരടുണ്ട്, പൊട്ടിച്ച് കളയാനവർ. അതുപോലെ നിൻ്റെ അസുഖം അത് കൂട്ടുകയില്ലാതെ കുറയ്ക്കുകയില്ല എന്ന പ്രവാചകൻ പറഞ്ഞു. പലപ്പോഴും ചില ആളുകൾ ഉപയോഗിക്കും 10 പീൽസ്, പണ്ടൊക്കെ അത്രയായിരുന്നു, ഇപ്പോൾ 50 പീൽസ് ₹1-2 കിട്ടുന്ന ചരട് വാങ്ങിയിട്ട് എനിക്കത് സമാധാനം നൽകും, അല്ലെങ്കിൽ ഒരു ഇത് മന്ത്രിച്ച് ഊതിയിട്ട് കെട്ടിയും കൊണ്ട് ഒരു സമാധാനം സന്തോഷം നൽകുമെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് വീട്ടിൽ തന്നതല്ല, അതെന്ത് പറയാൻ, വീട്ടിൽ നിന്ന് വാങ്ങിയാൽ കിട്ടും. പിന്നെ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില ആളുകൾ കിട്ടുന്നില്ലേ, തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അതെങ്ങനെ പ്രവർത്തിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ പണ്ട് വളരെ ചെറുപ്പത്തിൽ എന്നോടൊരു ദിവസം ഇങ്ങനെ നമ്മളെ അയൽവക്കത്തുനിന്നോ അല്ല വീട്ടിൽ നിന്നോ ഇങ്ങനെ പറഞ്ഞ് ഒരു ചരട് ഇങ്ങനെ മന്ത്രിച്ച് ഉസ്താദിനെ കൊണ്ട് മന്ത്രിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പമാണ്, ഞങ്ങൾക്കാണ് ഓർമ്മയില്ല, ചരട് വാങ്ങിക്കും. പക്ഷെ മന്ത്രിച്ചു ഞാനും അങ്ങനെ ബൈക്കിൽ ഊതി. ഞങ്ങൾക്ക് ഇതിങ്ങനെ ഊതാന്ന് ഉസ്താദ് എന്താ ചെല്ലുന്നത് നമുക്കറിയില്ല. പക്ഷേ പാത്തിയൊക്കെ ഊതിയിട്ട് ഞാൻ കൊണ്ടുകൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, ചരട് വാങ്ങിക്കിട്ട് എങ്ങനെയുണ്ട്? അത് കെട്ടിയ പിന്നെ നല്ല സമാധാനമുണ്ട് മോനെ, എൻ്റെ കൈവേനൊക്കെ പാങ്ങുണ്ട്. അത് സംഭവിച്ചത് എന്താ അവിടെ?
അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരെ മനസ്സങ്ങനെയാണ്, അവരെ മനസ്സ് പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. എനിക്കത് കിട്ടിയ സമാധാനം കിട്ടുന്ന പറയുമ്പോൾ ചെറിയൊരു സമാധാനം, കൈവേന പോലെ സംഭവിക്കുകയല്ല. അവിടെ നമ്മൾ മനസ്സങ്ങനെ പ്രവർത്തിക്കുകയാണ്. അത് ആത്യന്തികമായ സമാധാനമല്ല നമ്മൾ മനസ്സിലാക്കുക. അവിടെ മറ്റുള്ളവർ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കരുത്. അത്രയും ജ്യോത്സ്യന്മാരിലോ തങ്ങന്മാരിലോ കൈനോട്ടക്കാരിലോ അവിടുന്ന് പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ ജാറങ്ങളിലോ മക്ബറുകളിലോ പുണ്യസ്ഥലങ്ങളിലോ അങ്ങനെയൊന്നും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച് അങ്ങനെ നിങ്ങൾ പാഴായിക്കരുത്. നിങ്ങളെ സമ്പത്ത് തീർച്ചയായും പാഴായിക്കരുത്. നിങ്ങളെ സമ്പത്തും എവിടെ ചിലവാക്കുന്നു, എവിടെ സമ്പാദിക്കുന്നു ഒക്കെ നമ്മൾ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വലിയ വരാൻ പോവുകയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പിശുക്കി ചിലവഴിക്കുക. സമ്പത്തൊക്കെ വളരെ ആലോചിച്ച് ചിലവഴിക്കുക, ഇങ്ങനെ അനാവശ്യമായി കളയരുത്. അതുപോലെ ക്ഷമയും വിട്ടുവീഴ്ചയും, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റ് കൂടിയാണ്. ക്ഷമയും വിട്ടുവീഴ്ചയും നമുക്കുണ്ടാവുക എന്നത്. നല്ല ക്ഷമയുള്ളവരാവുക, അക്ഷമനാകരുത്. അതുപോലെ ക്ഷമ തോൽവിയാണെന്ന് ചില ആളുകൾ ഉപയോഗിക്കും. ഞാൻ അവനോട് ക്ഷമിച്ചാൽ, ഞാൻ അവളോട് ക്ഷമിച്ചാൽ, ഞാൻ അവനോടൊന്ന് ക്ഷമിച്ചാൽ ഒരു തോൽവിയാണ്, ഒരു പരാജയമാണ്. അല്ല, അത് ഏറ്റവും വലിയ വിജയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അടുത്ത കാലത്ത് ഒരു ടീച്ചർ ഉദാഹരണം പറഞ്ഞത്, വളരെ മനോഹരമായ ഉദാഹരണം കുട്ടികളോട് പറഞ്ഞു. ആ ഒരു വീഡിയോ പോലെ ഇങ്ങനെ കാണുകയാണ് ഞാൻ. നിങ്ങളതുപോലെ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആയില്ല. അത് നമുക്കൊരുപാട് ആളുകളുണ്ട്, വിദേശമില്ല, നമ്മൾ അയൽവക്കത്തുള്ളവരുണ്ട്, കുടുംബത്തിലുള്ളവരുണ്ട്. പലപ്പോഴും നമ്മൾ എതിർ ടീമുകളിൽ നിൽക്കുന്ന എനിക്കറിയാം. ഞാൻ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്കറിയാം ഇത്രമാത്രം നിങ്ങളോട് ശത്രുതയുള്ളവർ, നിങ്ങൾ ക്ഷമിക്കാൻ സാധിക്കാത്തവരുണ്ടാകുമെന്ന്. കാരണം സൈക്കോളജിക്കലി അങ്ങനെയാണ് മനുഷ്യൻ്റെ ചുറ്റുവട്ടത്ത്. നമുക്കെതിർ ഓപ്പോസിറ്റുള്ള നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിന് എതിർ നിൽക്കുന്നവർ നമ്മളൊരു ശത്രുപക്ഷത്തായിട്ടാണ് നമ്മൾ പലപ്പോഴും തലച്ചോറ് കാണുന്നത്. അങ്ങനെയല്ല. അത് ഇപ്പം നമ്മളെപ്പറ്റി കുറ്റം പറയുകയാണെങ്കിൽ പോലും ചില ആളുകൾ പറയും, നിന്നെപ്പറ്റി അവൻ ഇങ്ങനെ പറഞ്ഞടാ, അങ്ങനെ പറഞ്ഞടാ. ഞാൻ പറയും, അത് എൻ്റെ വ്യക്തിത്വമല്ല. അത് എൻ്റെ വ്യക്തിത്വം പറയേണ്ടത് ഞാനാണ്. അവൻ എന്നെക്കുറിച്ച് അഭിപ്രായം പറയുന്നു എന്ന് മാത്രമാണ്. അവൻ എന്നെക്കുറിച്ച് പറയുന്നത് എന്താ? എൻ്റെ അഭിപ്രായം മാത്രമാണ് അവൻ്റെ. അല്ലാതെ എന്നെ തന്നെ അവന് പറയാൻ പറ്റുമില്ല. എന്നെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാം, മോശം അഭിപ്രായം പറഞ്ഞു, അത്രമാത്രം. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതുപോലെ നമ്മൾ ക്ഷമയും വിട്ടുവീഴ്ചയും കാണിക്കുക. അത് ഞാൻ പറഞ്ഞു, അത് തോൽവിയായി നിങ്ങൾ ഒരിക്കലും കാണരുത്. വലിയ സമാധാനം നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരാം. പച്ചക്കറികൾ ഒരു കൊട്ടയിലിട്ടുകൊണ്ട് സൂക്ഷിക്കാൻ പറഞ്ഞു ഒരുപാട് ദിവസം. ഒരുപാട് വെണ്ടയ്ക്കയും തക്കാളിയും ഉരുളക്കിഴങ്ങും അങ്ങനെ ചീരയോ എന്തൊക്കെയുള്ള പച്ചക്കറികൾ ബാഗിൽ സൂക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ദിവസങ്ങളോളം വെച്ചു. ദിവസങ്ങളോളം ആ പച്ചക്കറികൾ വെച്ചിട്ട് കുട്ടികളോട് പറഞ്ഞ് എടുക്കാൻ. കുട്ടികളോട് പറയുക, ബാഗിൽ കൊണ്ടുപോകുന്ന സങ്കല്പിക്കുക. ബാഗിൽ ദൈനംപ്രതി കൊണ്ടുവരാണ്. അപ്പോൾ പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഭയങ്കര ദുർഗന്ധം, ആർക്കാണ് പ്രയാസം ഉണ്ടാകുന്നത്? ഭയങ്കര സ്മെല്ല്. അപ്പോൾ ആർക്കാണ് പ്രയാസം ഉണ്ടാകുന്നത്? അത് നമുക്കാണ് പ്രയാസം ഉണ്ടാകുന്നത്. അതുപോലെയാണ് മറ്റുള്ളവരോടുള്ള ദേഷ്യവും വിദ്വേഷവും പകയും ഒക്കെ കൊണ്ട് നടക്കുന്നത്. നമുക്കാണ് ബുദ്ധിമുട്ട്. വിട്ടുകളയുക, പുറത്തു കൊടുക്കുക, മാപ്പാക്കുക. എന്നൊക്കെ വർഷങ്ങളോളം ഞാൻ ഒരാളെ ഭയങ്കര ഇതുപോലെ പണ്ട് ഉണ്ടായിരുന്നു. ഒരാൾ ദേഷ്യം എന്നോട് പറഞ്ഞൊരു വാക്കിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം. പലപ്പോഴും പല വാക്കുകൾ നമുക്ക് പറ്റാത്ത, ഹൃദയത്തിൽ തറക്കുന്ന രീതിയിലുള്ള വാക്കുകൾ, അപകീർത്തിപ്പെടുത്തലുകൾ, അവഹേളനങ്ങൾ, പിന്നെ അസ്വസ്ഥമാക്കുന്ന വാചകങ്ങൾ, കളിയാക്കലുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ടാകും. പക്ഷേ നമ്മൾ കുറച്ച് കാലം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും, അത് വിട്ട് കളയുക, മാപ്പ് നൽകുക, പുറത്തു കൊടുക്കട്ടെ. എന്നിട്ടും അവർക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുവേ, എന്നോട് തെറ്റ് ചെയ്തവരെ, എന്നോട് അക്രമം ചെയ്തവരെ അവർക്ക് നീ മാപ്പ് നൽകണം. ഞാനിതാ മാപ്പ് നൽകിയിരിക്കുന്നു. ഒരു സഹാബിയുടെ ചരിത്രം ഭയങ്കര പ്രസിദ്ധമാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഒരാൾ ഇപ്പോൾ കടന്നു വരും, അയാൾ സ്വർഗ്ഗത്തിലാണ്. അങ്ങനെ 3 പ്രാവശ്യം പ്രവാചകൻ ആവർത്തിച്ചു. 3 സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ 2 സന്ദർഭങ്ങളിലോ അത് പറഞ്ഞു. ഇപ്പോൾ സഹാബികൾ നമ്മളെ പോലെയല്ല. അവരത് ഒന്ന് കാണുമ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. സഹാബികളുടെ സ്വർഗ്ഗത്തിലാണ് ഖുർആൻ പറയുക. പക്ഷേ ഇവർ ഇത് പറഞ്ഞിട്ട്, അപ്പോൾ ആ സഹാബിനെ ഇങ്ങനെ നോക്കി, എന്താ അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം സ്വർഗ്ഗത്തിലാണെന്ന് പ്രവാചകൻ പറയാൻ കാരണം എന്താ? ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടി വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് രാത്രി ഭയങ്കര നിസ്കാരം ഓത്തും അങ്ങനെ എന്തും കാണോ? ഭയങ്കര സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന ഒരാളാണോ? അങ്ങനെ നോക്കുമ്പോൾ അല്ല. 3 ദിവസം താമസിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ഞാൻ ചെയ്യുന്ന പോലെ അവൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ എന്ത് ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്? നിങ്ങളത് പറയണം. എന്തുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്? എന്താണ് നിങ്ങൾ സ്പെഷ്യലായിട്ട് എന്താണ് ചെയ്യുന്നത്? എന്ത് സൽക്കർമ്മമാണ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് സൽക്കർമ്മങ്ങളൊന്നുമില്ല. ഞാൻ എന്നും രാത്രി കിടക്കുമ്പോൾ എനിക്ക് ആരോടും വിദ്വേഷമില്ല, പകയുമില്ല, വിദ്വേഷമില്ല, പരിഭ്രമമില്ല. ആരോടും മനസ്സിലൊരു വിദ്വേഷവും കൊണ്ട് നടക്കാത്തൊരു വ്യക്തിത്വം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അവിടെ അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാകാൻ നമ്മൾ ശ്രമിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അവസാനമായി നന്ദിയുള്ളവരാകുക എന്നൊരു പോയിൻ്റും കൂടി, ഒരു സീക്രട്ട്. നന്ദിയുള്ളവരാകുക. നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവത്തോട് നന്ദി കെട്ടവൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ മനുഷ്യൻ നന്ദി കെട്ടവൻ, അങ്ങേയറ്റത്തെ ദുർബലനാണ് മനുഷ്യൻ, നന്ദി കെട്ടവനാണെന്ന് പറയുന്നതായിട്ട് കാണാം. നന്ദിയുള്ളവരാകുക. എന്നിട്ട് ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന പഠിപ്പിക്കപ്പെടുന്നുണ്ട്. റബ്ബന അൽഹംദുലില്ലാഹില്ലദി
അഹ്യാന ബഅദ മാ അമാതന വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന. അതായത് എത്രയോ ആളുകൾ ഉറങ്ങി എഴുന്നേൽക്കാൻ വേണ്ടി തൗഫീഖ് നൽകുന്ന നന്ദി പറയാണ് ദൈവത്തോട്. അപ്പോൾ ഇവിടെ എത്രയോ ആളുകൾ മരിക്കുന്നത് ഉറക്കിലാണ്. അതുപോലെ വലിയ വലിയ ഭൂകമ്പങ്ങൾ, വലിയ വലിയ പ്രളയങ്ങൾ, വലിയ വലിയ സംഭവങ്ങൾ, വലിയ വലിയ പ്രകൃതിക്ഷോഭമായ സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന രാത്രി സംഭവങ്ങൾ, രാത്രി കിടന്ന മനുഷ്യൻ രാവിലേക്കില്ല. അങ്ങനെ വീടോടെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച പ്രളയങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിച്ച് രാവിലെ എണീക്കുമ്പോൾ ആ നാടനും ഇല്ലാതായതുപോലെ നമ്മൾ അവിടെ കാണുകയാണ്. അപ്പോൾ അങ്ങനെ എത്രയോ ആളുകൾ മരിക്കുകയാണ് രാത്രി ഉറക്കിൽ. നമുക്ക് ആരോഗ്യം നൽകി അത് നന്ദി കാണിക്കുക. വായു ശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. എത്രയോ ആളുകൾ ഈ ശ്വസനം ഒന്നെടുക്കാൻ വേണ്ടി ആശുപത്രി വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അതിൻ്റെ ലക്ഷങ്ങൾ നൽകിയിട്ട് ശ്വസിക്കുകയാണ് കൃത്രിമ ഓക്സിജൻ വെച്ചിട്ട്. അപ്പോൾ അവിടെ അതേപോലെ ആരോഗ്യമില്ല. ചില ആളുകൾക്ക് കൈക്ക് പ്രശ്നം, കാലിന് പ്രശ്നം, പല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അത് നന്ദി പറയുക. അതുപോലെ നമുക്ക് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബങ്ങൾ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബം, ഇവരൊക്കെ ഈ സമൂഹം ഇവരൊക്കെ നമ്മളെ വാർത്തെടുക്കുന്നതിൽ നമ്മളൊരു വ്യക്തിത്വമാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നമ്മൾ നന്ദിയുള്ളവരാകുക. അയൽപക്ക ബന്ധങ്ങളിലൊക്കെ നല്ല ബന്ധങ്ങൾ പുലർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതുപോലെ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ അങ്ങേയറ്റം നന്ദി പറയണം. ചിലപ്പോൾ അംഗനവാടികളിലൊക്കെ നമ്മൾ പോകുമ്പോൾ പണ്ട് നമ്മൾ നന്ദി പറയാറുണ്ട്. ദൈവമേ അന്നും തരുന്ന ആഹാരത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറ്. നമ്മളിന്ന് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ അവിടെ അങ്ങനെ കഴിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, ആ ഭക്ഷണത്തിൻ്റെ പിന്നിലും ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കൃഷി ചെയ്ത ധാന്യമാണെങ്കിൽ, പയറുവർഗ്ഗങ്ങളിൽപ്പെട്ട വർഗ്ഗങ്ങളാണെങ്കിൽ, ഉള്ളി, തക്കാളി, ഇങ്ങനെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ, അതുപോലെ മൈദ, പൊറോട്ട, ചപ്പാത്തി, ദോശ ഇതുപോലുള്ള സാധനങ്ങളാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രവർത്തികൾ നടന്നിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോഴും നമ്മൾ നന്ദിയോടുകൂടി കഴിക്കുക, സ്മരിക്കുക അവരെ. അതുപോലെ എത്രയോ ആളുകൾ ഭക്ഷണം കിട്ടാത്ത പ്രയാസപ്പെടുന്ന, ദുഃഖിക്കുന്ന, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അതും കൂടി നമ്മൾ ചിന്തിക്കണം. അങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചല്ലോ, നമുക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടിയില്ലല്ലോ, നമുക്ക് ആ പ്രയാസം വന്നില്ലോ എന്നൊരു നന്ദി. നമുക്കെന്നും നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നന്ദിയുള്ളവരെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. വാഹിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്.